ഹായ് ഓൾ, വെൽക്കം ടു ഹഷബായ് ചാനൽ. അപ്പോൾ ഞാൻ അബ്ബാസിന്ന് സിറ്റി വരെ കുവൈറ്റ് സിറ്റി ബസ്സിൽ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി ഇരുന്നിട്ട് ചെയ്തതാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെ. അബ്ബാസിയിലാണ് കൂടുതൽ സ്കൂളുകളൊക്കെ ഉള്ളത്. ബാക്കിയുള്ളിടത്തും കുവൈറ്റി സ്കൂളുകൾ അല്ലെങ്കിൽ അമേരിക്കൻ സ്കൂളുകൾ, അങ്ങനെ വലിയ സ്കൂളുകളാണ്, അഫോർഡബിൾ അല്ലാത്ത. അപ്പോൾ നമ്മൾ ഇന്ത്യൻസും അല്ലെങ്കിൽ അതർ നാഷണൽസൊക്കെ കൂടുതലും കുട്ടികളെ ചേർക്കുക അബ്ബാസിയിലുള്ള. അവിടെ ഒരുപാട് സ്കൂളുകളുണ്ട്, ഇന്ത്യൻ സ്കൂളായിക്കോട്ടെ, പാകിസ്ഥാനി, അങ്ങനെ ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പോൾ കുട്ടികളെ അവിടെ ചേർത്തതിന് ശേഷം ആദ്യമായിട്ടാണ് കുവൈറ്റ് വന്നിട്ട് ഇങ്ങനെ ബസ്സിൽ പോണത്. അപ്പോൾ ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് വീഡിയോസാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുവൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ കാണാനും അങ്ങനെ അതൊക്കെ. അപ്പോൾ അതുപോലെ ഞാനും കുവൈറ്റിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ കാണാത്ത ആൾക്കാർക്ക് കാണാലോ എന്നൊക്കെ വിചാരിച്ച് അന്ന് റെക്കോർഡ് ചെയ്തതാണ്. ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് അന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുവൈറ്റ് ബസ് നമുക്കൊരു 4.5 സ്റ്റാർ കൊടുക്കാം കേട്ടോ. അത്രയും ക്വാളിറ്റി ഉള്ള ബസ് സർവീസാണ് കുവൈറ്റിലുള്ളത്. സിറ്റി ഗ്രൂപ്പിൻ്റെ സിറ്റി ബസ് എന്ന് പറഞ്ഞ ഒരു ബസ്സിലാണ് ഇപ്പോൾ ഞാൻ കയറിയിട്ടുള്ളത്. അതുപോലെ തന്നെ KPTC കുവൈറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വേറൊരു കമ്പനിയും കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ ബസ്സുകൾ കൂടുതലും സിംഗിൾ ഡെക്കറാണ്. സിറ്റി ബസ്സിൻ്റെ ഡബിൾ ഡെക്കർ ബസ്സുകളുണ്ട്. അപ്പോൾ മുകളിൽ ഇരുന്നിട്ടുള്ള വ്യൂ നല്ല. ഇപ്പോൾ സൈഡിലൂടെ നമ്മൾ അബ്ബാസിന്ന് പോയോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫർവാനിയ, ഒരു സൈഡ് ഫർവാനിയ, ഒരു സൈഡ് എയർപോർട്ട്, അങ്ങനെയൊക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ അപ്പുറത്ത് കാണുന്നത് എയർപോർട്ടിലേക്കുള്ള ശരിക്കും കാണില്ല. ആ സൈഡിൽ നമുക്ക് എയർപോർട്ടിൻ്റെ ഒരു സൈഡ് കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡ് കുറേ ബിൽഡിങ് കാണുന്നതെല്ലാം ഫർവാനിയൻ്റെ സൈഡാണ്. അതിൻ്റെ നടുവിലൂടെയുള്ള വലിയൊരു റോഡിലാണ്, ഒരു റിംഗ് റോഡിലൂടെയാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ വീട് നമ്മൾ പോണത് ഷർക്കിലേക്കാണ്. പക്ഷേ ഷർക്ക് വരെയുള്ള വീഡിയോ ഇതിലില്ല. ബസ് റോഡുകളാണെങ്കിലും ഒക്കെ നല്ല രസമാണ് കാണാൻ. ഒരു വൈഡർ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഡബിൾ ഡെക്കർ ബസ്സിലൂടെ കാണുമ്പോൾ നമ്മൾ കാറിലോ വേറെ ചെറിയ വാഹനങ്ങളിൽ നിന്ന് ഷൂട്ട് ചെയ്യണ പോലെയല്ല, കുറച്ച് മുകളിലിരുന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകണ വല്ല ഇപ്പോൾ ലോറിയിലോ ട്രക്കറിലൊക്കെ കയറി നിന്ന് ഷൂട്ട് ചെയ്ത് പോകണ പോലുള്ളൊരു ഫീലിംഗ് തോന്നും. അങ്ങനെ നല്ല രസമാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ എന്തായിക്കോട്ടെ, നമ്മൾ ഇനി ഏത് വാഹനമായിക്കോട്ടെ, നമ്മൾ ഫ്രണ്ടിലൊരു വ്യൂ കിട്ടുന്ന രീതിയിലൊരു സീറ്റ് കിട്ടിയാൽ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ആ യാത്ര ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങൂല്ലേ. അതാണ് യാത്രേൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ മനസ്സും അങ്ങനെ സിങ്കായി പോവും. അപ്പോൾ നമ്മൾ ഡെയിലി പോണ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഡെയിലി തിരക്ക് പിടിച്ച് പോണ യാത്രയാവാം, അല്ലെങ്കിൽ ജോലിക്ക് പോണ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഇപ്പോൾ നമ്മളിങ്ങനെ പർച്ചേസിങ്ങിനൊക്കെ പോണ വീക്കെൻഡ് ആവാം. പക്ഷെ എന്നാലും നമ്മൾ കയറി ഇരുന്നിട്ട് തിരക്കൊഴിഞ്ഞൊരു ബസ്സും AC-യും ഇപ്പം ഓടി ധൃതി പിടിച്ച് കയറി നമ്മളൊരു തിരക്കൊഴിഞ്ഞ ബസ്സും ഒരു AC-യൊക്കെ ആവുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ആശ്വാസം തോന്നൂല്ലേ. നിങ്ങൾക്ക് തോന്നുമെന്നറിയില്ല. എനിക്കൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്ന് ഫ്രീ ആവാനും ബസ്സിലിരുന്നിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോവാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മളൊരു ഫ്രീ ആയി തോന്നുന്നത് ബസ്സിലിരുന്നൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ഒരു ടെൻഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ്. വേറെ എനിക്ക് ആ ഒരു ഫീലിംഗ് വേറെ കാറിൽ പോകുമ്പോഴൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അത് വേറൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ പുറത്ത് ആളുകൾ ബസ് കയറാൻ ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോഴും അവരെ കാണുന്നതും, അതുപോലെ തന്നെ ബസ്സിലിങ്ങനെ ആളുകൾ കുറേ പേരുണ്ടാവുമല്ലോ. പ്രൈവറ്റായിട്ട് പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, വേറെ ആളുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് അവരും ഇറങ്ങി പോകണതൊക്കെ കണ്ട് ഇങ്ങനെ കുറേ കഴിയുമ്പോൾ ബോറടിക്കും. ഡെയിലി യാത്ര ചെയ്യുന്നവർക്ക് ബോറടിക്കും. എന്നാലും ഒരു രസം തന്നെയാണ്. എനിക്ക് ഫസ്റ്റത്തെ കുവൈറ്റിലെ ഒരു ഓൺ റോഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു സിഗ്നൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എല്ലാ വീക്ക്ലി പർച്ചേസിങ്ങിനൊക്കെ വരുന്ന ലുലു മാൾ, അൽറായ് ലുലു മാളിൻ്റെ സൈഡിലാണ് ഈ സിഗ്നൽ ഉള്ളത്. കുറച്ച് കൂടുതൽ സമയം നിൽക്കുന്ന ഒരു വലിയ സിഗ്നലാണ്
നല്ല തിരക്കായിരിക്കും മിക്ക ദിവസങ്ങളിലെ. അപ്പോൾ ഇവിടെ വേറെ ഒരു പ്രത്യേകത, ഇവിടെയാണ് ഫ്രൈഡേ മാർക്കറ്റ് ഉള്ളത്. ഫ്രൈഡേ മാർക്കറ്റിനെ കുറിച്ച് എനിക്ക് അറിയുമോ അറിയില്ല. നമ്മൾ ഈ സെക്കൻഡായിട്ടുള്ള വാങ്ങിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടണം, അതായത് ഫർണിച്ചറുകളാവട്ടെ എല്ലാ സാധനങ്ങളും. അപ്പം അതിനോട് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക, സെക്കൻഡാണ് കൂടുതൽ, എന്നാൽ ഫ്രഷ് സാധനങ്ങളും കിട്ടും. അങ്ങനെ കിട്ടുന്ന എല്ലാ കൂടുതൽ നമ്മളെ ഇന്ത്യൻസ് അല്ലെങ്കിൽ വേറെ ഈജിപ്ഷ്യൻസ്, പാകിസ്ഥാനികൾ എല്ലാവരും, അതായത് കുവൈറ്റികളല്ലാത്ത എല്ലാവരും വരുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഫ്രൈഡേ മാർക്കറ്റ്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ വീക്കിലി ഭയങ്കര തിരക്കായിരിക്കും ഈ സിഗ്നലിൽ. കൂടുതൽ